പനിക്കൂർക്കയുടെ ഇല, ഇതുപോലെ തളിരിലയും അതിൻ്റെ അടുത്തുള്ള 2 ഇല, അങ്ങനെ 4 ഇല ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തിട്ട് അതേപോലെ തന്നെ തുളസിയും ഈ ഒരു അളവിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് കഴുകുക. 3-4 വട്ടം നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിനെ നോർമലായിട്ട് ഒരു 2-3 ഗ്ലാസ് വെള്ളം, അപ്പോൾ നമ്മൾ അത്രയല്ലേ തുളസിയും ഇതൊക്കെ എടുത്തിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ വെള്ളത്തിൽ ഇത് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതേ നല്ല വെള്ളം ഒരു 2-2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതേ അടുപ്പത്ത് വെച്ച് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക. കുറച്ച് സമയം കൂടെ ഒരു 5 മിനിറ്റും കൂടെ ആ ലോ ഫ്ലെയിമിലിരുന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു വെള്ളം നമ്മൾ അരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കുപ്പിയിലാക്കി കൊടുത്തു വിടുമ്പോൾ ഈ ഒരു വെള്ളം കൊടുത്തു വിടുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പകരുകയില്ല. പനിയും കഫക്കെട്ട് തലവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ. അത് കുട്ടികൾക്കും കൊടുക്കാം, വലിയവർക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ 2 ഇല രണ്ടും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ.